ഹലോ വെൽക്കം ബാക്ക്. നമ്മുടെ വീട്ടിലൊക്കെ പച്ചപ്പ് കാണുന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് പറ്റിയൊരു പരിപാടിയാണിത്. എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പച്ചപ്പ് വീട്ടിൽ കാണുന്നത്. ഒരു ഗ്രീനായിട്ടിരിക്കുന്ന ഒരു സുഖമല്ലേ കാണാൻ, ചെടിയും ചെറിയ ഇലകളും പൂക്കളും ഒക്കെ ഇട്ടിരിക്കുന്ന ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടും. എനിക്കിഷ്ടമാണ്. ഇവിടെ ഇപ്പോൾ ഇൻഡോർ വെച്ചൊന്നും ശരിയാവുന്നില്ല, എൻ്റെ എല്ലാ ചെടികളും നശിച്ചു പോയത്. അപ്പോഴാണ് ഞാൻ വിചാരിച്ച് ഇങ്ങനെയൊക്കെയാണ് ക്രാഫ്റ്റ് വർക്ക്സും ആകും, നമുക്കൊരു നേരം പോക്കും ആകും, നിങ്ങൾക്കും ഒരു ഉപകാരപ്പെടും. അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി നോക്കിയത്. ക്ഷമയുള്ളവർക്ക് പറ്റിയ പരിപാടിയാട്ടോ ക്രാഫ്റ്റ് വർക്ക്സ്. കാരണം എന്ന് വെച്ചാൽ ക്ഷമ വേണം. അപ്പം ഞാനിവിടെ ഒരു A4 ഷീറ്റ് പേപ്പർ എടുത്തത്, യൂസ്ഡ് പേപ്പറാണ്. നമുക്ക് അതിൻ്റെ ഒരു ഒരു സൈഡ് മാത്രം മതി, ഒരു പേജിൻ്റെ സൈഡ് മാത്രം മതി. അപ്പം നാലായിട്ട് നേരെ നാലായിട്ട് മടക്കിയിട്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഒരു ലീഫിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തു. ഉള്ളിൽ റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്, അത് നോക്കുകയൊന്നും വേണ്ട. പിന്നെ ഇങ്ങനത്തെ ഒരു വയറുണ്ടല്ലോ, നമ്മുടെ ഫ്ലവർ വയർ എന്ന് പറയുന്നതിനൊക്കെ ഇങ്ങനത്തെ ഒരു വയർ, അല്ലെങ്കിൽ നോർമൽ കമ്പി ആയാലും മതി. ഞാൻ നോർമൽ കമ്പിയാണ് ആദ്യമൊക്കെ യൂസ് ചെയ്ത്, പിന്നെയാണ് ഈ വയർ യൂസ് ചെയ്തത്, അത് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഫെവിക്യോൾ എടുത്തിട്ട് വെള്ളം ചേർക്കണ്ട കേട്ടോ. വെള്ളം ചേർത്തെങ്കിൽ പണി കിട്ടിയായിരുന്നു, കുറേ ഇളകിയിട്ട് ഞാൻ വീണ്ടും റിസെറ്റ് ചെയ്യേണ്ട വന്നു. അതുകൊണ്ട് ഇത് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം, കാരണം നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേന് കുറച്ച് ഇതാകും. അതുകൊണ്ട് വെള്ളമയം ചെല്ലുമ്പോഴത്തേനും ഒന്ന് വളഞ്ഞും ഒരുമാതിരിയൊക്കെ ആകും. അതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് നല്ലത്. അപ്പോൾ വെള്ളം ചേർക്കാണ്ട് തന്നെ ഡയറക്റ്റായിട്ട് ഫെവിക്വിക്ക് ഒഴിച്ചിട്ട് സ്റ്റിക്ക് വെക്കുന്ന ഇച്ചിരി മെനക്കാണ് കേട്ടോ. കാരണം കമ്പിയല്ലേ, കമ്പി പേപ്പർ നിൽക്കണമല്ലോ. കുഴപ്പമില്ല, ഒന്ന് സമാധാനത്തെ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് പതിയെ ചെയ്യണം, ധൃതി പിടിച്ച് ചെയ്യരുത്. ധൃതി പിടിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും നടക്കില്ല. അപ്പോൾ ഇങ്ങനെ സമാധാനത്തെ ഒന്ന് പതിയെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒട്ടുനിറം വരെ ഒന്നും നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, ഇട്ടിട്ട് പോകരുത്. ഒന്ന് വെയിറ്റ് ചെയ്ത് അതൊന്ന് സെറ്റാക്കി ഒന്ന് മാറ്റി വെക്കാം. അത് സ്റ്റിക്കായി കഴിയുമ്പോഴത്തേന് അതിൻ്റെ സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കുവാണെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേരം കേട്ടോ, ഒരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കളഞ്ഞേരം. അങ്ങനെ തന്നെ ഞാൻ കുറച്ച് പേപ്പർ അങ്ങനെ ചെയ്ത്. ഇനിയാണ് നമ്മുടെ മെയിൻ സംഭവം, അതായത് പെയിൻറ്റിങ്ങിൽ എടുക്കേണ്ട കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഡാർക്ക് ഗ്രീൻ എടുക്കുക, ലൈറ്റ് ഗ്രീൻ എടുക്കുക, യെല്ലോ എടുക്കുക, ബ്രൗൺ എടുക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് കുഴയ്ക്കരുത്, അവിടെ എവിടെയായിട്ട് ടച്ച് ചെയ്ത രീതിയിൽ, എന്ന് വെച്ചാൽ അങ്ങ് മൊത്തത്തിൽ അങ്ങനെ മിക്സ് ചെയ്യാതെ ഒരുമാതിരി ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ ഒരു രീതിയിലെടുക്കാം. എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടക്കേടായിരുന്നു ഇങ്ങനെ ബ്രഷ് എടുത്ത് പെയിൻറ്റ് ചെയ്ത് വെക്കും, ഇതുണ്ട് താഴെ വീഴും, വീണ്. അതെനിക്ക് ഭയങ്കര ദേഷ്യം. മിക്കവാറും എന്തെടുത്താലും അന്നേരം ഇത് മറിഞ്ഞു വീഴും. ഞാൻ ഈ പാട്ട് എടുത്തിട്ടുള്ളൂ മിക്സ് ആക്കാനായിട്ട്, അതുകൊണ്ടാണ്. ലെവലായിട്ട് വെച്ച് കഴിഞ്ഞാൽ വീഴുമില്ല, പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ വെക്കും, താഴെ വീഴും. ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തതാ ഇങ്ങനെ മൊത്തത്തിൽ അങ്ങ് കുഴയ്ക്കാതെ കുറച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് ജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇടയ്ക്കൂടെയൊക്കെ ഒരു മഞ്ഞ വരയും ഒരു പച്ച വരയും ലൈറ്റ് പച്ച വരയൊക്കെ ഇത് കാണാൻ പറ്റും. അങ്ങനെ അത് ഫുള്ള് അതായത് ആ പേപ്പേഴ്സ് ഫുള്ള് അപ്പുറവും ഇപ്പുറവും, രണ്ട് പേപ്പറിൻ്റെ അപ്പുറം വെച്ചാൽ ഫസ്റ്റ് ഒരു സൈഡ് ചെയ്ത് ഉണങ്ങിയിട്ട് വേണം അപ്പുറം സൈഡ് ചെയ്യാൻ, കാരണം നമ്മുടെ കയ്യെ പറ്റുമല്ലെങ്കിൽ. ഞാൻ ചെയ്ത് വെച്ചു, രണ്ടാമത്തെ എടുത്തു, അതും ചെയ്യാണ്. അപ്പം കണ്ട, ഇത് ഫുള്ളായിട്ട് രണ്ടെണ്ണവും അങ്ങനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 10 ഷീറ്റ് പേപ്പർ ഞാൻ ഇങ്ങനെ ലീഫാക്കി എടുത്തിട്ടുണ്ട്. കണ്ട, ഒരു 10 എണ്ണം ഉണ്ട്. ഇതിനിടയ്ക്കൂടെ ഞാൻ പറഞ്ഞില്ലേ ആദ്യം കുറച്ച് ഇങ്ങനെ ഇളകിയിട്ടുണ്ടെന്ന് സൈഡ്, അപ്പോൾ അവിടേക്ക് ഞാൻ ഗ്ലൂ ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഒട്ടിച്ച് ഫിക്സ് ആക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇളകിയിരിക്കും, അപ്പോൾ അതൊരു സുഖമില്ല കാണാൻ. ഇനി നമുക്ക് ടേപ്പ് എടുക്കുക, എന്നിട്ട് ആ കമ്പിയിൽ ചുറ്റെടുക്കണം. കാരണം ഒരു മുകളിൽ 3 എണ്ണം വയ്ക്കുന്നുണ്ട്, 2 എണ്ണം കൂടെ ഇട്ട്, അപ്പോൾ ടോട്ടൽ ഒരു 5 എണ്ണം ചുറ്റെടുക്കണം. കമ്പി കാണുമല്ലോ, അപ്പോൾ കാണാതിരിക്കാനായിട്ട് അതിൽ 2 പച്ച വയറുണ്ടല്ലോ, ആ പച്ച വയറിലാണ് ഞാൻ ചെയ്തുകൊണ്ട് അതിൽ പ്രശ്നമില്ല. പിന്നെ കമ്പിയായിട്ടുള്ളതിനകത്തോട്ട് ചെയ്യുന്നുണ്ട്, അതിൽ ഞാനിങ്ങനെ ടേപ്പ് ചുറ്റിയെടുക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ ആ പച്ച വയറെടുത്തിരുന്നെങ്കിൽ ഈ ഒരു മെനക്കേടില്ലായിരുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുന്നവർക്ക് ശ്രദ്ധിച്ചാൽ മതി, ആദ്യം മുതലേ അങ്ങനെ എടുത്താൽ മതി. നമ്മൾക്ക് തണ്ട് കാണുന്ന ഭാഗങ്ങൾ, എത്ര ലീഫിന് തണ്ട് കാണണം എന്നുണ്ടെങ്കിൽ അത്രയും ലീഫിൽ നിന്നുള്ള പച്ചവയർ എടുക്കുക, ബാക്കി കമ്പി മതി, പ്രശ്നമില്ല. കാരണം അത് ഉള്ളി പോന്ന ചുറ്റുന്നതിൻ്റെ അകത്ത് പൊക്കോളും. അപ്പോൾ അതിൻ്റെ വയർ വേണ്ട, നോർമൽ കമ്പി മതി. പുറത്ത് കാണുന്നതിന് ഇങ്ങനത്തെ ഗ്രീൻ വയറുണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. ആദ്യം ഒരു 3 ലീഫ് എടുത്തിട്ട് ഒന്നിച്ച് പിടിച്ചിട്ട് അതിൻ്റെ കമ്പിയെല്ലാം നല്ല ചുറ്റെടുക്കുക. അത്രയും ഭാഗത്തപ്പോൾ ഗ്രീനായിട്ട് നിൽക്കും.
എന്നിട്ട് അടുത്ത ലീഫ് വെക്കുക. അടുത്ത ലീഫ് വെച്ചിട്ട് അതിനെയും കൂടെ ചുറ്റി ആ ഒരു കമ്പി തന്നെ ചുറ്റിയെടുക്കുക. എന്നിട്ട് ആ ലീഫ് വെച്ച് കഴിയുമ്പോഴത്തേന് ടേപ്പ് ഇട്ടിട്ട് ചുറ്റി കൊണ്ടുവരണം. അപ്പം ഓരോ കുറച്ചൊന്ന് സ്ട്രോങ് ആയി കഴിയുമ്പോൾ അടുത്ത ലീഫ് വെക്കണം. എന്നിട്ട് വീണ്ടും ടേപ്പ് ചുറ്റണം. അങ്ങനെ ഓരോ ലീഫിനെ നമ്മൾ വെച്ചിട്ട് ചുറ്റി സ്ട്രോങ് ആയിട്ട് താഴെ കൊണ്ടുപോകുക. അടുത്ത ലീഫ് വെക്കുക, വീണ്ടും ചുറ്റി സ്ട്രോങ് ആയിട്ട് കൊണ്ടുവരാം. അങ്ങനെ ഫുള്ള് ലീഫും നമ്മുടെ ആ സ്റ്റെമ്മാക്കിയതിൻ്റെ ഉള്ളിലാകും. അപ്പോൾ ഈ കമ്പിയുള്ള ഭാഗങ്ങൾ നമ്മൾ കാണില്ല, അത് ആ ചുറ്റിൻ്റെ അകത്തങ്ങ് നിന്നോളും. ചുറ്റുമ്പോൾ നമ്മൾ ആദ്യം വെക്കുമ്പം 2, 3, 4 വട്ടം ഒന്ന് കറക്കിയിട്ട് വേണം താപ്പോട്ട് കൊണ്ടുവരാൻ. കാരണം വേറെ ഒട്ടിക്കുന്നൊന്നുമില്ലല്ലോ. കമ്പി ആദ്യം ചുറ്റിയിട്ട് പിന്നെ ടേപ്പ് ഇട്ടിട്ട് ഒന്ന് സ്ട്രോങ് ആക്കി വേണം താപ്പോട്ട് കൊണ്ടുവരാൻ. ലാസ്റ്റ് ആ എഡ്ജ് ആ തുമ്പൊന്ന് പ്ലെയർ കൊണ്ട് മടക്കി കൊടുക്കണം കേട്ടോ. മടക്കി കൊടുത്തിട്ട് വേണം ടേപ്പ് ചുറ്റി എടുക്കുക. എനിക്ക് വീഡിയോയിൽ ഫുള്ള് കാണിക്കാൻ പറ്റത്തില്ല, കാരണം എന്ന് വെച്ചാൽ എൻ്റെ ക്യാമറ അത്രയും ഹൈറ്റിലല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് ലുക്ക് ഇങ്ങനെ വരുന്നത് കേട്ടോ. ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ ആദ്യം മണി പ്ലാന്റും അങ്ങനെയൊക്കെ വെച്ചെന്ന് ഒരു ടിന്നായിരുന്നു. അതിൽ ഞാനെല്ലാം ഒഴിവാക്കിയിട്ട് ലീഫിന് കൊടുത്തു ആ ടിന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുക. എനിക്ക് ക്രാഫ്റ്റ് വർക്ക്സ് ആയിട്ട് ഇനിയും വരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയും മറ്റു വീഡിയോസായിട്ട് ഉടനെ വരാം. താങ്ക് യു.